പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ശാന്തിയും സമാധാനവും നേരുന്നു. സഹോദരിമാരെ പറയുന്നില്ല എന്ന് മുമ്പ് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. സഹോദരിമാരും അതിൽ പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വചനം 5-ാം അധ്യായം, അതായത് അൽ-മാഇദ, മാഇദത്തും മിനസ്സമായി. ആ അൽ-മാഇദ 5-ാം അധ്യായമായ അൽ-മാഇദയിലെ 33-ാമത്തെ വചനമാണ് നമ്മളുടെ ചർച്ചക്കെടുത്തിട്ടുള്ളത്. അതിലെ 2-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫസാദം ഫിൽ അർളി എന്ന് തുടങ്ങുന്ന വചനമാണെന്ന് ഇന്നലെ നമ്മൾ അതിൻ്റെ ഖിലഫ്, അതായത് ഖിലാഫ് എന്നുള്ള വാക്കാണ് ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും വിശദീകരിച്ചത്. ഇനി അതിൻ്റെ ആദ്യം മുതൽ ഒന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ. ഈ വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖുർആനിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ അവതരണ കാരണം എന്ന് പറയുന്നത്, സബബുൻ നുസൂൽ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ തൊട്ട് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരായത്ത് പരലോകം പറയാം, അപ്പം തന്നെ വേറൊരു വിവാഹവും വൈവാഹിക ജീവിതവും പറയാം, ഉടനെ പലിശ പറയാം, ഉടനെ തന്നെ വേറെ ഒരു സബ്ജക്റ്റ് പറയാം. ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ വചനങ്ങൾ അവതരിപ്പിച്ചതിനെ കോർത്തിണക്കി ഒരു അധ്യായമാക്കുന്ന പരിപാടിയല്ല ഖുർആനിൻ്റെ ശൈലി, മുസ്ഹഫിൻ്റെ ശൈലി അതല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിൽ അധ്യായങ്ങളുടെ ക്രമങ്ങളും വചനത്തിൻ്റെ ക്രമവും ഒക്കെ ഒന്നൊന്നിൻ്റെ തുടർച്ചയാണ്. അത് മാത്രമാണ്, ആ സൂചന മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അത് പറഞ്ഞാൽ വർഷങ്ങളോളം പറയേണ്ട വിഷയമാണത്. അത്ര വിപുലമായ ഒരു വിഷയമാണത്. ഓരോ അധ്യായങ്ങൾ, ആ അധ്യായങ്ങളുടെ തുടർച്ച, അടുത്ത അധ്യായം, ഓരോ വചനം, ആ വചനത്തിൻ്റെ തുടർച്ച കണ്ടിന്യൂസ് ആണ് അടുത്ത വചനം, അതിൻ്റെ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ തുടർച്ചയാണ് അടുത്ത വചനം. ഇതൊക്കെ നമ്മൾ കണ്ണടച്ച് വെറുതെ അങ്ങോട്ട് പറയുന്ന ഓരോരോ പ്രസ്താവനകളല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ 32-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഒമൻ ഖതല നഫ്സൻ ബി ഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ എന്ന് പറയുന്നതാണ്. അവിടെ നഫ്സിനെ കൊല്ലലാണ്. അതായത് മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, നന്മയുടെ മനസ്സ്, ആത്മീയത എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ മനസ്സിൻ്റെ സർവ്വഗുണങ്ങളെയും ഇല്ലാതാക്കുന്നത് പോലെയാണ് എന്നാണ് ആ പറഞ്ഞത്. അപ്പം നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുക എന്നാക്കി. എന്താ ചെയ്യുക? നഫ്സ് വേറെ, അഖിൽ ബുദ്ധി വേറെ, ഫുആദ് വേറെ, സമഉ വേറെ, ബസർ വേറെ, ഇതൊക്കെ വേറെ വേറെ തന്നെയാണ്. ഇപ്പോൾ ബസർ എന്ന് പറയുമ്പോഴത്തേന് ഒരു മുഴുവൻ മനുഷ്യൻ എങ്ങനെ പറയാം? അഖിൽ എന്ന് പറയുമ്പോഴത്തേന് അത് മുഴുവൻ മനുഷ്യൻ്റെ ഫിസിക്കലായ ശരീരത്തെയാണ് അത് മുഴുവനും ഉദ്ദേശിക്കുന്നത് എന്ന് എങ്ങനെ പറയും? എന്നാൽ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. അപ്പം നഫ്സ് നഫ്സായിട്ട് തന്നെ, റൂഹായിട്ട് തന്നെ, അഖലായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ഒരാളെ ഫിസിക്കലായിട്ട് കൊല്ലുക എന്നുള്ള അർത്ഥത്തിനല്ല, അവൻ്റെ ശാരീരികമായ വധമല്ല എന്നർത്ഥം. അപ്പോൾ ആ നെഫ്സിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ വചനം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ വിഷയത്തിലേക്ക് പോയാൽ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച വിഷയം പറയാൻ കഴിയില്ല. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു, അന്ന് നെഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ശരീരത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, വമൻ അഹിയാഹ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തെ നമുക്ക് എങ്ങനെ ജീവിപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. ഹയാത്ത് കൊടുക്കുന്നത് നമ്മുടെ മനസ്സിനാണ്. ഹയാത്ത് കൊടുക്കുന്നത് അതിനാണ്. അതാണ് വമൻ അഹിയാഹ എന്ന് പറയുന്നത്. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ജീവിപ്പിക്കാൻ സാധിക്കുമോ? അതാണ് ഒമൻ അഹിയാഹ. ഒരു നെഫ്സിന് ഒരാൾ ഹയാത്ത് കൊടുത്താൽ എങ്ങനെ ഹയാത്ത് കൊടുക്കുക? ആർക്കാ കൊടുക്കാൻ സാധിക്കുക? ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ആളുകളെ ജീവിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പറയാന്നല്ലാതെ ഒമൻ അഹിയാഹ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്ന് പറയുന്നത് ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? ഇനിയിപ്പോൾ ലോകത്ത് അങ്ങനെ ഒറ്റപ്പെട്ട 1-2 ആളുകൾ ഒഴികെ. അപ്പോൾ അത് പോട്ടെ, അതല്ല. അപ്പോൾ നമ്മുടെ നെഫ്സിൻ്റെ നന്മയെ, ആത്മീയമായ മനസ്സിനെ നശിപ്പിക്കാനാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അതിൻ്റെ സർവ്വഗുണങ്ങളെയുമാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അത് പിന്നെ ഞാൻ പിന്നീടൊരു ക്ലാസ്സായിട്ട് തന്നെ സവിസ്തരം അത് വിശദീകരിക്കും. വമിൻ അജലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായേൽ, അത് ഏത് അജലാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കും. അപ്പോൾ ആ ഒരു ആമുഖം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വചനത്തെ മനസ്സിലാക്കേണ്ടത്. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂൻ അല്ലാഹ എന്ന് പറയുന്നത്, അത് ഒരു സൈന്യം ഒരുങ്ങി അള്ളാഹുവിനെയും റസൂലിനോടും യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് എന്നുള്ളത്. നമ്മുടെ നെഫ്സിൻ്റെ, ആ ആത്മീയമായ നെഫ്സിനെ, നന്മയുടെ മനസ്സിനെ, ദൈവികമായ മനസ്സിനെ നമ്മൾ ഇല്ലാതാക്കി. നെഫ്സുള്ളുണ്ടല്ലോ, നെഫ്സുള്ളുണ്ട്, നെഫ്സുൽ അനയുണ്ട്. അതൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ദൈവികമായ ആ മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുമ്പോൾ, അതാണ് ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹു വറസൂലഹു എന്ന് പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മിഹ്റാബിൽ നിന്ന് നമ്മെ തടയാൻ, വഴിതിരിച്ചു വിടാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മിൽ നടക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും മുഹാറബത്തിലാകുന്നത് എന്നർത്ഥം. ഇപ്പം മസ്ജിദിൻ്റെ ഉള്ളിലാണല്ലോ മിഹ്റാബ് ഉള്ളത്. അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ മസ്ജിദ്, അതിൻ്റെ ആന്തരികമായ, അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിൽ നമ്മൾ മസ്ജിദ് എടുക്കുമ്പോൾ മക്കാനുൽ മഅലൂമാത്താണ്, അറിവിൻ്റെ ഇടമാണത്. അറിവിൻ്റെ ഇടമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അറിവുകൾ ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നുവോ ദൈവികമായ, ആ അറിവിൻ്റെ ഇടങ്ങളാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. അതതിൻ്റെ ഭൗതികമായ, അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നമ്മളിപ്പോൾ നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പള്ളി, ആ പള്ളിയുടെ ഏറ്റവും മുന്നിലുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടതും മുന്നിലുള്ളതുമായ ഭാഗം മിഹ്റാബ്. അതിൻ്റെ ആത്മീയമായ, അതിൻ്റെ വൈജ്ഞാനികമായ, അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവികമായ ജ്ഞാനത്തിലേക്ക് നമ്മുടെ വജ്ഹ് തിരിയുന്നതിൻ്റെ ഏറ്റവും മുഖ്യവും ഏറ്റവും ഉയർന്നതുമായ തലമാണത്. ഖിമ്മത്തു തവജ്ജുഹി ഇലല്ലാഹിയാണത്. അതിൻ്റെ ഇടമാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലാണ് ആ മിഹ്റാബ്. അതായത് നമ്മൾ പൈശാചികതയെ മുഴുവൻ വിട്ട് ദൈവികതയിലേക്ക് പൂർണ്ണമായും അതിൻ്റെ
ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ട് ദൈവികതയെ ലക്ഷ്യം വെച്ച് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ആ ഇടത്തെയാണ് നമ്മൾ മെഹ്റാബ് എന്ന് പറയുന്നത്. അതിനുള്ള നമ്മുടെ ഉള്ളിലെ ഉപകരണമാണ് മെഹ്റാബ്. മിഫ്ആൽ, മിഫ്താഹ്, താക്കോല്, തുറക്കാനുള്ള. ഹർബ് എന്ന വാക്കിൽ നിന്നാണ് മെഹ്റാബ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയേണ്ടായി. ആ മെഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളുടെയും ഉത്ഭവ കേന്ദ്രം, മൂലിദുൽ ഉലൂമിൽ കുല്ലി, എല്ലാ വിജ്ഞാനങ്ങൾക്കും ജന്മം കൊടുക്കുന്ന ആ ഇടത്തേക്കാണ്, അതായത് ഉമ്മുൽ കിതാബായ മറിയമിൻ്റെ അടുത്തേക്കാണ് ആര് പ്രവേശിക്കുന്നത്? സക്കരിയായ റുയ്യത്തുള്ള ആൾ പ്രവേശിക്കുന്നത്. സക്കരിയ പ്രവേശിക്കുമ്പോഴാണ് ആത്മീയമായ ഫുഡ് അവിടെ പ്രവേശിക്കുമ്പോഴൊക്കെ കാരണം അവിടെ എല്ലാ മൂലിദത്തുൽ മാലൂമാത്തിൽ കുല്ലിയാണ് മറിയം. അവിടെ നിന്നാണ് എല്ലാ അറിവുകളും ജന്മമെടുക്കുന്നത്. അവിടേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവർക്ക് സക്കരിയാക്ക് ആത്മീയമായ ഫുഡ് ലഭിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാനുള്ള നമ്മുടെ ഉള്ളിലെ ശ്രമങ്ങളാണ് യുഹാരിബൂൻ അല്ലാഹു റസൂലഹു എന്ന് പറയുന്നത്. അവർക്കുള്ള ജുസുകൾ, അവർക്ക് താഴെ പറയുന്ന ഓരോ ജുസുകളും അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് അവിടുത്തെ ക്രിയകളൊക്കെ കർത്താവില്ലാത്ത ക്രിയകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. യുസല്ലബു, യുക്തലു, യുസല്ലബു ഔ തുക്തഉ എന്നൊക്കെ മജ്ഹൂലാണ് ആ ക്രിയ. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത ക്രിയക്കാണ് മജ്ഹൂൽ. കർത്താവ് ഇന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെ അറിയണുണ്ടെങ്കിൽ മഅറൂഫ്, അതാണ് ഫെയിലും മജ്ഹൂലാണ് അവിടെ ഉള്ളതൊക്കെ. അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കപ്പെടേണ്ടി വരും എന്നാണ് പറയുന്നത്. ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് അനുഭവിക്കപ്പെടേണ്ടി വരും. അതിൽ താഴെ പറയുന്ന ഓരോ ജുസുകളും അനുഭവിക്കപ്പെടേണ്ടി വരും. അപ്പോൾ യുഹാരിബൂൻ അല്ലാഹു റസൂലഹു എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവും റസൂലും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രപഞ്ച സത്യങ്ങൾ, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് മെസ്സേജുകൾ കൊണ്ടുവരുന്നത് റസൂലുള്ള. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്നർ മെസ്സേജുകൾ നമുക്ക് വരും, ദാഖിലിൽ നിന്ന് തന്നെ മെസ്സേജ് വരും. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരു തിന്മ ചെയ്യുമ്പോൾ അത് തിന്മ ചെയ്യേണ്ട, അത് നിനക്ക് ജീവിതത്തിൽ നിനക്ക് തകർച്ച ഉണ്ടാക്കുള്ളൂ എന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് പറഞ്ഞു തരും. ഒരാളുടെ ധനം അപഹരിക്കാൻ നമുക്ക് പൈശാചികത തോന്നിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ റസൂല് പറയും, വേണ്ട, അത് നിനക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്നിങ്ങനെ. അപ്പോൾ ഇന്നർ റസൂലും മിൻ അംഫുസിക്കുണ്ട്, റസൂലും മിൻ അല്ലാഹി ഉണ്ട് എന്നുള്ളത് ഞാൻ സൂചന പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വഴി തിരിച്ച് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് വഴി തിരിച്ചു വിടുമ്പോൾ അവർക്ക് താഴെ പറയുന്ന ജുസുകളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതാണ് അവരുടെ ജസാ എന്ന് പറയുന്നത്. അല്ലാതെ കൂലി കിട്ടുക എന്നല്ല. അവർക്ക് അനുഭവിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥകളെയാണ് ജസാ എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഓരോ ജുസുകളും അവർക്ക് അനുഭവിക്കപ്പെടേണ്ടി വരും. പിന്നെന്താണ് വയസ്ഔന ഫിൽ അർളി ഫസാദൻ. അർളിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് അർളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന് അർളുല്ലാഹി, ഒന്ന് അർളു ഫിർഔൻ. അർളുല്ലാഹി വാസിയത്താണ്, അർളു ഫിർഔന് മുഹദ്ദദാണ്. അത് പരിമിതമായ പ്രദേശമാണ്. അതിൻ്റെ പരിധി വിട്ടുകൊണ്ട് അതിൽ ശാശ്വതനായി കഴിയലാണ് ഫിർഔൻ്റെ പണി. അഖ്ലദഹു, അതിൽ ആ അർളു ഫിർഔന് വിട്ടിട്ട് അവൻ്റെ അവൻ തൃപ്തിപ്പെട്ട് കഴിയുന്ന ആ വിജ്ഞാനത്തിൻ്റെ മേഖലയെ വിട്ട് അവൻ്റെ മനസ്സ് വിശാലമായ അറിവിൻ്റെ ഭൂമികയിലേക്ക്, അറുല്ലാഹി വാസിയത്തിന് വിശാലമായ അറിവിൻ്റെ ഭൂമികയിലേക്ക് അവന് സഞ്ചരിക്കാൻ തയ്യാറില്ല. അതാണ് യസ്ഔന ഫിൽ അർളി ഫസാദ് എന്ന് പറഞ്ഞാൽ.
അല്ലാതെ പിന്നെ നമ്മൾ ഈ കാണുന്ന പിന്നെ നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ കുഴി കുത്തലും വാരിക്കുഴി കുത്തലും പിന്നെ അത് മണ്ണ് മാന്തലൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതങ്ങനെയാണെന്ന് ആരും പറയുന്നില്ല, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ള പറയുന്ന നമ്മുടെ പണ്ഡിതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരും പറയുന്നത് ജനങ്ങൾക്കിടയിൽ വിത്തനുണ്ടാക്കുക എന്നാണ് അതിനും പറയുന്നത്. വയസ്സവന ഫില്ലർലി ഫസാദ്. നമ്മൾ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കലല്ല, അവനാൻ്റെ ഉള്ളിലുള്ള ഫിത്തനയാണ്, അവനാൻ്റെ അർളുൻ നഫ്സിൽ ഉണ്ടാക്കുന്ന ഫിത്തന അതാണ്. അതായത് നമ്മുടെ അനാനീയത്തിൽ മാത്രം, ഞാൻ എന്ന ഹവൻ നഫ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഫിറൗനി ചിന്ത, അത് വിട്ട് ഇലാഹിയായ ഇൽമ് വാസിയത്താണ് ആ ഭൂമികയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറല്ലാത്ത അവസ്ഥയാണ് വയസ്അൗന ഫിൽ അർളി ഫസാദ് എന്ന് പറഞ്ഞ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതാണ് വയസ്അൗന ഫിൽ അർളി. അതാണ് ഒമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്തു എന്ന് പറഞ്ഞത്. ഒരു നഫ്സിനും ഏത് ഭൂമികയിൽ, അത് അവിടെയും ഒരാളുടെ ഭൗതിക ശരീരം എവിടെ വെച്ചാണ് മരിക്കുക എന്ന് അറിയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നഫ്സിന് എവിടെ നിന്നാണ് ഈ മനുഷ്യ ശരീരം എന്ന് ഫുള്ളായിട്ട് അർത്ഥം കിട്ടിയതെന്ന് എനിക്കറിയില്ല. അറിയാത്തതുകൊണ്ട് ഞാൻ അറിയില്ല എന്ന് പറയണം സത്യം. നമ്മുടെ നഫ്സ് അർള് ഫിറൗനിൽ നിന്ന് അർളുല്ലാഹിയിലേക്ക് മൗത്താകണം. അതാണ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റത്തെയാണ് ആ മൗത്ത് എന്ന് പറയുന്നത്. അതാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ മാറ്റം, അതാണ് മൗത്ത്. അപ്പോൾ അർളുല്ലാഹി ഉണ്ട്, അർളു ഫിറൗനുണ്ട്. അത് ഏത് ഭൂമികയിലാണ് വെച്ചാണ് അവൻ്റെ മാറ്റം എന്നുള്ളത് അവൻ അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് ആ പറയണത്. അത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ യസ്അൗന ഫിൽ അർളി ഫസാദ് എന്ന് പറഞ്ഞാൽ ഫിറൗനാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ മുഹദ്ദദായ പരിമിതമായ അറിവിൻ്റെ ഭൂമികയിൽ മാത്രം ഒതുങ്ങിക്കഴിയുകയും അതാണ് പൂർണ്ണ സത്യം എന്ന് വിശ്വസിക്കുകയും അവിടെ നിലകൊള്ളുകയും ചെയ്യുന്ന പണിയാണ് അവനെടുത്തിരുന്നത്. അതാണ് വയസ്അൗന ഫിൽ അർളി ഫസാദ് എന്ന് പറഞ്ഞാൽ അർളുല്ലാഹിയിലേക്ക് അവന് വരാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളും യുഖത്തലു, അവർക്ക് ആദ്യം ഉണ്ടാകുക എന്താ, അവരുടെ ഒന്നാമത്തെ ജുസ് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാമത്തെ ജുസ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആ യുഖത്തലു, അവരിലെ സബീലുള്ളയുടെ പ്രവർത്തനങ്ങൾ അവരിൽ, അതായത് മഅരിഫത്തുള്ള അള്ളാഹുവിനെ അറിയാനുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് നിലക്കും. അത് ഒന്ന്. ഖത്ൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശരി അന്വേഷിച്ചുകൊണ്ടുള്ള മഅരിഫത്തുള്ള അന്വേഷിച്ചുകൊണ്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ചിന്തയുടെ പ്രവർത്തനങ്ങൾ നിലക്കുക എന്നുള്ളതാണ്. അതാണ് ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ. അതാണ് നഫ്സിൻ്റെ പണി നിൽക്കുക, അതിൻ്റെ വലീഫത്ത്, അതിൻ്റെ ജോലി നിലച്ചു പോവുക. ഫിറൗന് പ്രവർത്തിച്ചാൽ തന്നെ നമ്മുടെ മനസ്സും ചിന്തയും പിന്നെ പ്രവർത്തിക്കൂല, ഒന്നും അന്വേഷിക്കൂല. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നലെ നമ്മൾ പഠിക്കണ കാലത്ത് എന്താണോ മനസ്സിലാക്കിയത് അതന്നെ ഇന്ന് മനസ്സിലാക്കിയത് തന്നെയാണ്. അത് ഒരു മനുഷ്യൻ എപ്പോൾ അവൻ്റെ ചിന്തയും അന്വേഷണവും നിലച്ചുവോ, അവന് കിബർ വന്ന അപ്പം നിലക്കും. അത് നിലച്ചാൽ പിന്നെ അവനിൽ പിന്നെ രണ്ടാമതുണ്ടാകുന്നത് യുസല്ലബു, അവന് അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനാകുകയാണ് ചെയ്യുക. കൈത് അതാണ് യുസല്ലബു എന്ന് പറഞ്ഞാൽ. കൈദുൽ ജഹിലാണ്. അല്ലാതെ ഒരു മരത്തിൻ്റെ കുരിശെടുത്തിട്ട് അയിമ ആണിയടിച്ച് അവനെ തറക്കപ്പെടണം എന്നല്ല. അവൻ അവനെ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനെ ഒരു മരത്തുമ്മ കൊണ്ടുപോയി ആണിയടിച്ച് കൊല്ലരുത് എന്നൊന്നുമല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അയാളെ ക്രൂശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കുരിശ് തറക്കണ്ടെന്നില്ല എന്നൊന്നല്ല. അപ്പോൾ ഖുർആൻ പറയുന്ന സലബ് എന്ന് പറയുന്നത്
യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബ് എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ നമുക്കിനി വിശദീകരിക്കാനുണ്ട്. സുൽബിൽ നിന്നും തറായിബിൽ നിന്നുമാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എഴുതിയിരിക്കുന്നത് ഇന്ദ്രിയത്തുള്ളി മനുഷ്യൻ്റെ പിന്നെ ബീജമാണെന്നാണ്. അത് മുതുകല്ലുകളിൽ നിന്നും വാരിയല്ലിൻ്റെ ഇടയിൽ നിന്നുമാണ് പുറപ്പെടുന്നത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്താ ചെയ്യുക? അതാണ് സ്വലഭ. അവന് അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനായിരുന്നു. ഖൈദുൽ ജഹ്ലിലാണ് എന്നർത്ഥം. നമ്മുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ മനസ്സ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് ഒന്നാമത്തെ ജുസ് അവൻ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ അത് നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ്? അവന് അജ്ഞതയുടെ ഖൈദിലായിരിക്കും എന്നർത്ഥം. ഖൈദുൽ ജഹ്ലിലായിരിക്കും എന്നർത്ഥം. അതാണ് യുസല്ലബു എന്ന് പറയുന്നത്. ഇതൊക്കെ പദാർത്ഥപരമായിട്ട് കണ്ടതാണ് പ്രശ്നം. ഇപ്പോൾ വജ്ഹാണെങ്കിലും മുഖമാണെങ്കിലും കണ്ണാണെങ്കിലും ഇപ്പോൾ ഷഫത്തൈനി എന്ന് പറഞ്ഞാൽ 2 ചുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ ഇതൊക്കെ വെറും ബാഹ്യമായ പദാർത്ഥ തലത്തിലുള്ള ബാഹ്യമായ അർത്ഥത്തിലും മാത്രം കാണുകയാണ്. അതാണ് ഇപ്പോൾ കദിനറ തക്കല്ലുബ വജിഹിക്ക, നിന്റെ മുഖം ഫിസ്സമായി ആകാശത്ത് കടന്നു മറിയുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് നബി ആകാശത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു എന്നാക്കി. ഇന്നീ വജ്ജഹത്ത് വജിഹിയ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മുഖം ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ് അള്ളാഹു. ഇപ്പം നമ്മളെ സംബന്ധിച്ചാണ് ഞാൻ പറയണത്. മക്കത്തേക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അള്ളാഹു എന്ന് പറയുന്നത്, അവിടേക്ക് തിരിയും. വജഹ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫേസ് ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ, മുഖപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ വീക്ഷണങ്ങളും ചിന്താഗതികളും അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്താനുള്ളതാണത്. അതാണ് നമ്മുടെ ഫേസ്. അപ്പോൾ പ്രവാചകന്റെ വജഹ് ഉന്നതമായ അറിവിൻ്റെ ഉന്നതമായ തലങ്ങളിൽ, അതാണ് സമാ. അവിടെയാണ് പ്രവാചകന്റെ വ്യൂ, ചിന്തകൾ കിടന്ന് തകല്ലുബുൽ അഫ്കാറാണ്. ചിന്തകൾ കടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉന്നതങ്ങളായ ആശയങ്ങളെ തേടിയിട്ടാണത്. അത് കൊണ്ടുപോയിട്ട് എപ്പോഴാ ജിബ്രീൽ വരിക എന്ന് നോക്കി ആകാശത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു റസൂൽ എന്നാക്കി. കുറച്ചു കാലം വഹി നിന്നു. പഠിച്ചവനെ ഇനിയിപ്പോൾ എപ്പോഴാണ് ജിബ്രീൽ വരിക ആകാശത്തുനിന്ന് എന്നും നോക്കി ഈ കിബിലൊന്ന് മാറ്റി കിട്ടിയാൽ വല്ല വഹിയും വരുമോ എന്ന് നോക്കിയിട്ട് ആകാശത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു എന്നാണ്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. നമ്മൾക്ക് ഇത് പറയാനും ഇത് മനസ്സിലാക്കാനും ഇത് ആളുകളോട് പറയാനും അവകാശമുള്ളത് പോലെ തന്നെ നമ്മളാരും ഒന്നും പറയുന്നില്ല. ഞാൻ പറയാം, അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് എൻ്റെ സഹോദരങ്ങൾ വന്നാലാണ് ഈ ഖുർആനിൻ്റെ ആഴം, അറിവിൻ്റെ ആഴം എത്രമാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വജ്ഹ് എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഒരു സ്ഥലത്തും നമ്മുടെ ഈ ബാഹ്യമായ മുഖത്തിന് വജ്ഹ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നപോലെ തന്നെ ഏത് പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ 2-3 സ്ഥലങ്ങളാണ്, ഏതാനും സ്ഥലങ്ങൾ. ഒന്ന് ഈ കട്ടവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞിടത്ത് കൈ തന്നെ മുറിക്കണം. അതെന്താണ് കളവ് എന്നുള്ളതൊക്കെ വേറെ വിശദീകരിക്കേണ്ടതാണ്. ഖുർആനിലുണ്ട് എന്താണ് ആ കത്ത്, എന്താണ് ആ സാരിക്ക് എന്താണെന്നൊക്കെ ഖുർആനിലുണ്ട്. എന്താണ് ആ സാരി, ഇന്നഹും ലസാരിക്കൂൻ എന്ന് പറഞ്ഞത് എന്താണ് എന്നൊക്കെ മുസ്ഹഫിലുണ്ട്. ആ ശരിക്കത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വേറെ വിശദീകരിക്കാം. അപ്പം ഞാൻ പറയണത് ഐദ് എന്ന് പറയുന്നത് 2-3, അപ്പോൾ മുഖവും കയ്യും കാലും ഒന്നുണ്ടാക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അവിടെ കയ്യും കാലും മുഖവും ഒക്കെ കഴുകണം എന്ന് പറഞ്ഞിടത്താണ് ഈ മുഖവും കയ്യൊക്കെ നമ്മുടെ ബാഹ്യമായ മുഖവും കയ്യുമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് പരിഭാഷകളിൽ. ബാക്കി 80% സ്ഥലങ്ങളിലും ഐദ് എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ കൈയല്ല.
അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങനെ ബാഹ്യമായ നമ്മുടെ പദാർത്ഥ തലത്തിലുള്ള ശരീരത്തിൻ്റെ ശാരീരികമായ ഈ പിന്നെ അവയവങ്ങൾ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ആ പറഞ്ഞ ഭാഗങ്ങൾ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഹൃദയത്തിനാണോ വെളിച്ചം വേണ്ടത്, അതല്ല കയ്യിനും കാലിനും മുഖത്തിനാണോ വെളിച്ചം വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ, കൽബിലാണോ വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിച്ച ഞാൻ ഒരു 10-18 വർഷം മുമ്പ് വിശദീകരിച്ച ക്ലാസ്സുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചാനലിൽ തന്നെ അതൊക്കെ വിശദീകരിക്കാം. അപ്പോൾ അതാണ് യുസല്ലബു എന്ന് പറയുന്നത്. ഒരു മരത്തടിയിൽ കൊണ്ടുപോയി ആണി അടിച്ച് തറക്കുന്നതിനെ കുറിച്ചല്ല എന്ന് പറയുന്നത്. അതാണ് അവർ ഖൈദുൽ ജഹലിലേക്ക് പോകേണ്ടി വരും. ജഹലിൻ്റെ അജ്ഞതയുടെ കുയൂതുകളിൽ, ചങ്ങലകളിൽ ബന്ധനസ്ഥരാക്കപ്പെടേണ്ടി വരും എന്ന് പറയുന്നു. അവിടെ ഒന്നും കർത്താവിനെ പറഞ്ഞിട്ടില്ല. ഞാൻ നിർത്തുകയാണ്. ബാക്കി ഭാഗം പിന്നീട് വിശദീകരിക്കും. ഒരു 3-4 ക്ലാസ്സുകൾ വേണ്ടി വരും. ഇൻഷാ അല്ലാഹ്. സലാം.